ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തേർഡ് മോഡ്യൂളായിട്ടുള്ള ICT ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ICT വളരെ പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ലെങ്തിയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് 2 പാർട്ടായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ICT കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഡെഫിനേഷൻ ഓഫ് ICT എന്താണ്, അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക തുടങ്ങിയിട്ടുള്ള പ്രോസസ്സിൽ ഇലക്ട്രോണിക്സിന്റെ സഹായത്തോടു കൂടിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ടെക്നോളജിയാണ് നമ്മൾ ICT എന്ന് പറയുന്നത്. ഈ ICTയുടെ കോമ്പോണൻസ് നമ്മൾ കേട്ട് പരിചിതമായവയായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, ഇന്റർനെറ്റ് ആക്സസ്, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇവയൊക്കെ ICTയുടെ കോമ്പോണൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നവയാണ്. എന്താണ് ICT എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ICTയുടെ ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. എന്തൊക്കെയാണ് ICTയുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്? ഒന്നാമത്, ഫോർമുലേറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് യൂസേഴ്സിന് സയന്റിഫിക് ഫാക്ട്സ് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇൻഫർമേഷൻ സിസ്റ്റം ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻസ് അവയുടെ ട്രൂ ആൻഡ് ഒറിജിനൽ ഫോമില് യൂസേഴ്സിന് മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ഇന്റർപ്രറ്റ് ചെയ്യാനുമായിട്ട് സഹായിക്കുക. മൂന്നാമത്, ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ റിട്രീവൽ ആൻഡ് പ്രോസസ്സിംഗ്. യൂസേഴ്സിന് മാനുവലി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോടുകൂടെ ഇൻഫർമേഷൻസ് പ്രോസസ് ചെയ്യാൻ സഹായിക്കുക. ലാസ്റ്റ് വൺ ആണ് യൂസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ യൂസേജ്. ഡാറ്റ യൂസേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂസേഴ്സിന് അവർ അക്വയർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് അവരുടെ യൂസേഴ്സിന്റെ ബിഹേവിയറൽ ചേഞ്ച്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, ഇതൊക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ICTയുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ICTയുടെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മളെ ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെയാണ് ICT നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് ICTയുടെ ആപ്ലിക്കേഷൻസ് വരുന്നതെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം വിദ്യാഭ്യാസ മേഖലയാണ്. ഏതൊരു ഇൻഫർമേഷൻ കിട്ടാനും ഈ ഒരു കാലത്ത് നമ്മൾ സമീപിക്കുന്നത് ഇന്റർനെറ്റിനെയാണല്ലോ. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടല്ലേ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഒക്കെ മിക്കവാറും വരുത്തുന്നത്. അപ്പൊ ഈ ഇന്റർനെറ്റിൽ കിട്ടാത്തതായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ. ഈ ഡിജിറ്റൽ ലൈബ്രറി, ഇലക്ട്രോണിക് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ഇതെല്ലാം ഇന്റർനെറ്റിന്റെ നമ്മളെ സഹായിക്കാനായിട്ടുള്ള കാര്യങ്ങളിൽ പെടുന്നവയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏതൊരാൾക്കും ഇൻഫർമേഷനെ സഹായിക്കുന്നത് ഇന്റർനെറ്റ് ആണ്. അതിൽ പ്രത്യേകിച്ചും കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും സഹായത്തോട് കൂടിയിട്ട് സ്റ്റുഡന്റിനെയും അതുപോലെ തന്നെ ടീച്ചറെയും അറിവ് നേടാൻ സഹായിക്കുന്നതിന് മുന്നിൽ നിൽക്കുന്നത് ICT തന്നെയാണ്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന KS ട്യൂട്ടറിന്റെ ഈ പ്ലാറ്റ്ഫോം പോലും ICTയുടെ മികവിന്റെ ഒരു ഉദാഹരണമാണല്ലോ. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റുക, അതുപോലെ വീഡിയോ, ഓഡിയോ, ടെക്സ്റ്റ് തുടങ്ങിയ രൂപത്തില് ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കുക, ഈസി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുക, ഇതെല്ലാം ഈ ലേണിംഗിന്റെ പ്രത്യേകതകളാണ്. ICTയുടെ പ്രാധാന്യം വളരെയധികം വരുന്ന മറ്റൊരു മേഖലയാണ് ബാങ്കിങ് സെക്ടർ. നമുക്ക് എല്ലാവർക്കും അറിയാം ICTയുടെ ബാങ്കിങ് സംബന്ധമായിട്ടുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അല്ലെ. അപ്പോ ഈ ബാങ്കിങ് സെക്ടറിന്റെ സെന്റർ എന്ന് തന്നെ നമുക്ക് ICTയെ പറയാവുന്നതാണ്. ATM, ഫണ്ട് ട്രാൻസ്ഫർ, UPI, ഇതെല്ലാം ICTയുടെ ഉദാഹരണമായിട്ട് ഈ ബാങ്കിങ് സെക്ടർ റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാവുന്നതാണ്. അടുത്തതാണ് ഇ-കൊമേഴ്സ്. ICT പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമുള്ള മേഖലയാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓൺലൈൻ വഴിയുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ട്രാൻസ്ഫർ, മേടിക്കുക, വിൽക്കുക ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഇ-കൊമേഴ്സ്. ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഫ്ലിപ്കാർട്ട്, ആമസോൺ, സ്വിഗ്ഗി, ഊബർ, OLX തുടങ്ങിയവയൊക്കെ. ഇനി ICTയുടെ സേവനങ്ങള് ജനങ്ങൾക്ക് കൂടുതൽ സഹായകരമായി ലഭിക്കുന്നു എന്ന് പറയാവുന്ന ഒരു മേഖലയാണ് ഗവേണൻസ്. ഗവേണൻസ് ഈസി ആക്കുക, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് സിറ്റിസൺ സെൻട്രിക് ആക്കുക, ഇതിനൊക്കെ വേണ്ടി പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ICT ആണ്. പിന്നെയുള്ളതാണ് വിർച്വൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് അതർ ആപ്ലിക്കേഷൻസ്. സോഷ്യൽ മീഡിയ ലൈക്ക് വാട്സാപ്പ്, ടെലിഗ്രാം,
അതുപോലെ ഇമെയില്, വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ VoIP, പിന്നെ ബ്ലോഗ്സ്, ഇവയെല്ലാം ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് ഈ പറഞ്ഞ വിർച്വൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് അതർ ആപ്ലിക്കേഷൻസ്. ഇവയെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ICT ആണ്. ICTയുടെ പ്രാധാന്യം വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള മറ്റൊരു മേഖലയാണ് മെഡിക്കൽ സെക്ടർ എന്ന് പറയുന്നത്. മെഡിക്കൽ ഫീൽഡ് ഇത്രയും അഡ്വാൻസ്ഡ് ആകാൻ കാരണമായി നമുക്ക് പറയാവുന്ന ഒന്ന് തന്നെയാണ് ഈ ICT. അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നമുക്കൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അതായത് MRI. ഈ MRI കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ബോഡി ഓർഗൻസിന്റെ 3D ഇമേജ് എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണല്ലോ. അതുപോലെ COVID-19 ടെസ്റ്റ് നടത്തുന്നതിന് ICT നല്ല രീതിയിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റിന് റിമോട്ട് ലൊക്കേഷനിൽ റോബോട്ടിന്റെ സഹായത്തോടു കൂടി തന്നെ സർജറി നടത്തുവാനായിട്ടുള്ള ടെക്നോളജി, അത്തരത്തിലുള്ള ടെക്നോളജിയൊക്കെ ICTയുടെ സഹായത്തോടു കൂടിയിട്ട് വരുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെയുള്ളത് ഗെയിംസ്, മ്യൂസിക്, TV ബ്രോഡ്കാസ്റ്റ് പോലെയുള്ള എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോംസ് ആണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ യൂത്തിന്റെ സെൻസേഷനിലായിരുന്ന PUBG, അതുപോലെ ഫ്രീ ഫയർ ഗെയിംസ് തുടങ്ങിയവയെല്ലാം പ്രവർത്തിച്ചിരുന്നത് ഈ ICTയുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. ഇനി ബിസിനസ് സെക്ടർ എടുക്കുമ്പോൾ ബിസിനസ് ഇൻഫർമേഷൻസ് കൈമാറാനും ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്തുവാനും ഒക്കെ സഹായിക്കുന്നത് ICT ആണ്. ICT എനേബിൾഡ് സർവീസസ് ആയിട്ടുള്ള വീഡിയോ കോൺഫറൻസിങ്, കോൾ സെന്റർ, ടെലികോൺഫറൻസിങ്, BPO, KPO ഇവയെല്ലാം തന്നെ ഡെയിലി നമ്മളെ ബിസിനസ് സെക്ടറിനെ സഹായിക്കുന്ന സർവീസസ് ആണ്. ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് പ്രൊഡക്ഷൻ, പ്ലാനിംഗ്, കൺട്രോൾ സിസ്റ്റം, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇവയെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ICTയുടെ വരവോട് കൂടിയിട്ട് ഈ മേഖലകളിലെല്ലാം തന്നെ കുറച്ചുകൂടി അധികം എഫിഷ്യൻസി കൊണ്ടുവരാനായിട്ട് ഇൻഡസ്ട്രീസിന് കഴിഞ്ഞിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വളരെ ആവശ്യമുള്ള ഒന്നാണ് ഈ ഡിസൈൻസ്. അതിപ്പോൾ ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിസൈൻ. അപ്പോൾ ഡിസൈനിങ് എഫിഷ്യന്റ് ആൻഡ് പ്രിസൈസ് ആക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ആണ് CAD, അതുപോലെ CAM പ്രോഗ്രാംസ് ഒക്കെ. അപ്പോൾ കോംപ്ലക്സ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതിനും അനലൈസ് ചെയ്യുന്നതിനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇതുപോലുള്ള പ്രോഗ്രാംസ്. അവിടെ നമ്മുടെ ICTയുടെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇൻഡസ്ട്രി സെക്ടറിൽ ICTയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ICTയുടെ ഇൻഡസ്ട്രി സെക്ടറിൽ വരുന്ന മറ്റൊരു ഗുണമാണ് സോഷ്യൽ നെറ്റ്വർക്ക്സ്, ബിഗ് ഡാറ്റ അനാലിസിസ് എന്നിവ. അപ്പോൾ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ കുറച്ച് വസ്തുതകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അവയാണ് ഈ മാർക്കറ്റ് ട്രെൻഡ്സ്, കസ്റ്റമർ പ്രിഫറൻസ് തുടങ്ങിയവയൊക്കെ. സോ അതിന് സഹായിക്കുന്ന ഒന്നാണ് ഈ സോഷ്യൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ബിസിനസ് ഡാറ്റ അനാലിസിസ്. അപ്പൊ ഇതുവഴി നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസ്, അതുപോലെ റവന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്നിവയൊക്കെ ഉണ്ടാവുന്നു. ഇനി ബിസിനസ് ലോജിസ്റ്റിക്സ് എന്താന്ന് വെച്ചാല് ബിസിനസ്സിലെ ഫ്ലോ ഓഫ് ഗുഡ്സ്, അതിനെയാണ് ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിന് സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടെക്നോളജി. ജനങ്ങൾക്ക് കൂടുതൽ സഹായകരമായിട്ട് ICTയുടെ സേവനങ്ങൾ ലഭിക്കുന്ന ഒരു മേഖലയാണ് ഗവേണൻസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ ഗവൺമെന്റ് ICT കൂടുതലായി ഉപയോഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും ഇത് തന്നെയാണ്. അതായത് സിറ്റിസന് കൺവീനിയന്റ് ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഗവൺമെന്റ് ICT ഉപയോഗിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ സുതാര്യത വർദ്ധിപ്പിക്കുക, അതുപോലെ പ്രോസസ്സിംഗ് കോസ്റ്റ് കുറയ്ക്കുക, ഇവയെല്ലാം ലക്ഷ്യങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഈ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് നൽകുന്ന ഇന്റർനെറ്റ്, അതുപോലെ തന്നെ ടെലികോം ആർക്കിടെക്ചർ എന്നിവയൊക്കെയാണ് ഈ സർവീസസിന് വേണ്ടിയിട്ട് നമ്മളെ ഗവൺമെന്റ് യൂസ് ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ICTയുടെ ഗുണങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് പബ്ലിക്കിന് ഗവൺമെന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ഈ ഉദ്ദേശത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഇ ഗവേണൻസ്. സാധാരണയായി 4 ടൈപ്പ് ഇന്ററാക്ഷൻസ് ആണ് ഇ ഗവേണൻസിന് പറയുന്നത്. അത് ഏതൊക്കെയാന്ന് വെച്ചാല് G2G, G2C, G2B ആൻഡ് G2E. ഗവേണൻസിന്റെ വിവിധ ആസ്പെക്ട്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മളെ കേരളത്തിലെ MVD, അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, ഇവയിലെല്ലാം ഇ ഗവേണൻസ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ 4 ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ് ഏതൊക്കെയാണ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ഇനി നോക്കാം. ഇ ഗവേണൻസിലെ ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻസിൽ വരുന്ന ഫസ്റ്റ് ടൈപ്പാണ് G2G അല്ലെങ്കിൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ്. ഇതെന്താന്ന് വെച്ചാല്
ഒരു ഗവൺമെന്റിൽ തന്നെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് ഗവൺമെന്റുകൾ തമ്മിലോ ഉള്ള ഇന്ററാക്ഷൻ ആണ് ഇത്. എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, പെർഫോമൻസ്, അതുപോലെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുക, ഇവയൊക്കെയാണ് ഇതിന്റെ പ്രൈമറി എയിം ആയിട്ട് പറയുന്നത്. രണ്ടാമത് വരുന്നതാണ് G2C അല്ലെങ്കിൽ ഗവൺമെന്റ് ടു സിറ്റിസൺ. ഗവൺമെന്റിനെ സിറ്റിസൺ ഫ്രണ്ട്ലി ആക്കുക, അതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് സിറ്റിസൺ ആവശ്യമായിട്ടുള്ള സർവീസുകൾ എളുപ്പത്തിൽ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തേർഡ് വൺ ആണ് G2B അല്ലെങ്കിൽ ഗവൺമെന്റ് ടു ബിസിനസ്. ഇതില് ഗവൺമെന്റ് ആൻഡ് ബിസിനസ് ഇന്ററാക്ഷൻ കൂട്ടുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. റെഡ് ടൈപ്പിസം ഒഴിവാക്കുക, ട്രാൻസ്പെറന്റ് ട്രാൻസാക്ഷൻസ് നടത്തുക, ഇവയൊക്കെയാണ് ലക്ഷ്യമായിട്ട് പറയുന്നത്. ലൈസൻസ്, പെർമിറ്റ് എന്നിവയൊക്കെ കൊടുക്കുക, റവന്യൂ കളക്ഷൻ തുടങ്ങിയവയിലൊക്കെ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന ഒന്നാണ് ഈ G2B ഇന്ററാക്ഷൻ. ലാസ്റ്റ് വൺ ആണ് G2E അല്ലെങ്കിൽ ഗവൺമെന്റ് ടു എംപ്ലോയി. ഗവൺമെന്റ് ആൻഡ് എംപ്ലോയീസ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ഇത്. അപ്പൊ ഇവിടെ ഈ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ലെവൽ വർദ്ധിപ്പിക്കാനായിട്ടാണ് ഈ ഇന്ററാക്ഷൻ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഗവേണൻസിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സൊസൈറ്റി എംപവേർഡ് ആവുന്നത് വഴി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അങ്ങനെ ഒരു ഇൻഫോംഡ് സൊസൈറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സെക്കൻഡ് വൺ, ഫീഡ്ബാക്ക് ഫ്രെയിംവർക്ക് സിസ്റ്റം. ഇത്തരത്തിലൊരു സിസ്റ്റം തയ്യാറാക്കിയിട്ട് സിറ്റിസൺസിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഗവൺമെന്റിനെ ബോധവാന്മാരാക്കുക. അങ്ങനെ ഗവൺമെന്റ് ആൻഡ് സിറ്റിസൺ ഇന്ററാക്ഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. തേർഡ് വൺ ആണ് പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യുക എന്നുള്ളത്. സിറ്റിസൺ കൂടുതലായിട്ട് നമ്മൾ ഗവൺമെന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തു വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ വരുമ്പോൾ ഗവേണൻസിൽ പബ്ലിക് പാർട്ടിസിപ്പേഷൻ കൂടും. അങ്ങനെ നമുക്ക് ട്രൂ ഡെമോക്രസി എന്നൊരാശയം സാക്ഷാത്കരിക്കാനായിട്ട് കഴിയും. മറ്റു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് കൂടി നമുക്കൊന്ന് നോക്കാം. പബ്ലിക്കിന് ഗവൺമെന്റ് ഡാറ്റ അതുപോലെയുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ട്രാൻസ്പെറൻസി വർദ്ധിപ്പിക്കുക, ഗവൺമെന്റ് അക്കൗണ്ടബിൾ ആക്കുക, കമ്മ്യൂണിക്കേഷൻ ടൈം കുറയ്ക്കുന്നത് വഴി കോസ്റ്റ് ഓഫ് ഗവേണൻസ് റെഡ്യൂസ് ചെയ്യുക, പ്രശ്നങ്ങൾ പെട്ടെന്ന് സോൾവ് ചെയ്യുക, റെഡ് ടൈപ്പിസം ഒഴിവാക്കുക, അങ്ങനെ ഗവൺമെന്റിന്റെ റിയാക്ഷൻ ടൈം റെഡ്യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഗവേണൻസിന്റെ മറ്റ് ഒബ്ജക്റ്റീവ്സ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഗവേണൻസിന്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ ഈ പോയിന്റ്സ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ICTയുടെ യൂസിനെ പ്രൊമോട്ട് ചെയ്യുന്ന വിവിധ തരം ഗവൺമെന്റ് സ്കീംസ് ഉണ്ട്. അവ ഏതൊക്കെയാന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം. ഈ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിന് 9 പില്ലേഴ്സ് ആണ് ഉള്ളത്. ഈ 9 പില്ലേഴ്സ് ആണ് നമ്മളിവിടെ പിക്ചറൈസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അവ ഏതൊക്കെയാന്ന് നമുക്കൊന്ന് നോക്കാം. 9 പില്ലേഴ്സിൽ ആദ്യത്തേതാണ് ബ്രോഡ്ബാൻഡ് ഹൈവേ, ബ്രോഡ്ബാൻഡ് ഫോർ ഓൾ റൂറൽ. നാഷണൽ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കിന്റെ കീഴിൽ ഏകദേശം 2,50,000 വില്ലേജ് പഞ്ചായത്തുകളെ കവർ ചെയ്യുന്ന ഒന്നാണിത്. ഇതിന്റെ നോഡൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് ആണ്. അടുത്തതാണ് ബ്രോഡ്ബാൻഡ് ഫോർ ഓൾ അർബൻ. പുതിയ അർബൻ ഡെവലപ്മെന്റ്സ്, ബിൽഡിങ്സ് തുടങ്ങിയവയ്ക്കൊക്കെ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ സർവീസ് ഡെലിവറീസ് ഒക്കെ ചെയ്യുന്നതിന് വിർച്വൽ നെറ്റ്വർക്ക്സ് ഓപ്പറേറ്റേഴ്സിനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. ഇതാണ് ബ്രോഡ്ബാൻഡ് ഫോർ ഓൾ അർബൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് നാഷണൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. പഞ്ചായത്ത് ലെവൽ വരെയുള്ള വേരിയസ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന് ഹൈ സ്പീഡ് കണക്ടിവിറ്റിയും ക്ലൗഡ് പ്ലാറ്റ്ഫോമും ലഭിക്കുന്നതിനായിട്ട് നെറ്റ്വർക്ക് ആൻഡ് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ നാഷണൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. ICTയുടെ ഇൻഫ്രാസ്ട്രക്ചർ കോമ്പോണൻസ് ഇന്റഗ്രേറ്റ് ചെയ്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ICTയുടെ ആ കോമ്പോണൻസ് ആണ് സ്വാൻസ്, സ്ട്രക്ചേർഡ് വയർലെസ് അവെയർ നെറ്റ്വർക്ക്, NKN നാഷണൽ നോളജ് നെറ്റ്വർക്ക്, നാഷണൽ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് NOFN, GUN, GI ക്ലൗഡ്. ഈ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ബ്ലോക്ക്, പഞ്ചായത്ത് തുടങ്ങിയവയ്ക്ക് യഥാക്രമം 100, 50, 20, 5 എന്ന തരത്തിലാണ് ഹൊറിസോണ്ടൽ കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ നോഡൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. സെക്കൻഡ് പില്ലറാണ് യൂണിവേഴ്സൽ ആക്സസ് ടു മൊബൈൽ കണക്ടിവിറ്റി. പേര് പോലെ തന്നെ രാജ്യമെമ്പാടും മൊബൈൽ കണക്ടിവിറ്റി യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഇവയുടെ ലക്ഷ്യം.
നമ്മുടെ നോർത്ത് ഈസ്റ്റ് റീജിയനിൽ നോക്കിയാൽ തന്നെ ജോഗ്രഫിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണം അവിടെ മൊബൈൽ ആക്സസ് വളരെ കുറവാണ്. സോ ഈ ഇനിഷ്യേറ്റീവ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അവരെയാണ്, അതായത് നോർത്ത് ഈസ്റ്റ് റീജിയൻസിലെ ആൾക്കാരെയാണ്. തേർഡ് പില്ലറാണ് പബ്ലിക് ഇന്റർനെറ്റ് ആക്സസ് പ്രോഗ്രാം. ഇതിന് 2 കോമ്പോണൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തേത് കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ CSC. നമ്മുടെ നാട്ടിലുള്ള അക്ഷയ സെന്റേഴ്സ് ഇതിനൊരു ഉദാഹരണമാണ്. ഒരു ഗ്രാമപഞ്ചായത്തിന് ഒരു CSC ഉണ്ടായിരിക്കണം. അതുപോലെ ഗവൺമെന്റ് ആൻഡ് ബിസിനസ് സർവീസസ് വയബിൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയും വേണം. ഇതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം. ഇതിന്റെ നോഡൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. സെക്കൻഡ് കമ്പോണന്റ് ആണ് പോസ്റ്റ് ഓഫീസ് ആസ് മൾട്ടി സർവീസ് സെന്റേഴ്സ്. ഏതാണ്ട് 1,50,000 പോസ്റ്റ് ഓഫീസേഴ്സ് മൾട്ടി സർവീസ് സെന്റേഴ്സ് ആക്കുന്നതിനായിട്ടുള്ള പ്രപ്പോസൽസ് ഓൾറെഡി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കുന്ന ചുമതലയുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ആണ്. ഫോർത്ത് പില്ലറാണ് ഗവേണൻസ്, റിഫോമിംഗ് ഗവൺമെന്റ് ത്രൂ ടെക്നോളജീസ്. ഈ ICTയുടെ ഗുണം മൂലം ഇപ്പോൾ ഏകദേശം എല്ലാ ഡിപ്പാർട്ട്മെന്റ് വഴിയും എഫക്റ്റീവ് ഗവൺമെന്റ് സർവീസ് നൽകാൻ കഴിയുന്നുണ്ടല്ലോ. എന്നാൽ നമുക്ക് ഒരിക്കൽ പേപ്പർ വർക്സിന്റെ കാലം ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ഈ പേപ്പർ വർക്സിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാലതാമസവും ഫയൽ നഷ്ടമാകല് അങ്ങനെ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുവഴി ഒരുപാട് പേർക്ക് കഷ്ടതകൾ അനുഭവിക്കേണ്ടതായിട്ടും വന്നു. എന്നാൽ ഇപ്പോൾ ICT വന്നതോട് കൂടിയിട്ട് ഈ പരിമിതികളെല്ലാം നമ്മൾ മറികടന്നു. എല്ലാം ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിയുന്നതോടുകൂടി കാലങ്ങളോളം ഇവ സൂക്ഷിക്കാനും പേപ്പർ വർക്ക്സ് കട്ട് ചെയ്യാനും സമയം ലാഭിക്കാനും എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഫിഫ്ത്ത് പില്ലറാണ് ക്രാന്തി. എല്ലാ ഗവൺമെന്റ് സർവീസസും സിറ്റിസൺസിന് ഇലക്ട്രോണിക്കലി ഡെലിവർ ചെയ്യുക എന്നതാണ് ഈ ക്രാന്തി ലക്ഷ്യമിടുന്നത്. ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. സിക്സ്ത് പില്ലറാണ് ഇൻഫോർമേഷൻ ഫോർ ഓൾ. നമ്മുടെ രാജ്യത്തിന്റെ ഗവേണൻസ് ഡെവലപ്മെന്റൽ വിഷയങ്ങളിലൊക്കെ നമ്മുടെ ജനങ്ങൾക്കുള്ള ആക്റ്റീവ് പാർട്ടിസിപ്പേഷനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സിക്സ്ത് പില്ലർ നിലവിൽ വന്നിട്ടുള്ളത്. സിറ്റിസൺസിന് ഗവൺമെന്റിന്റെ എല്ലാ വിഷയങ്ങളിലുള്ള ഇൻഫോർമേഷൻസ് നൽകുന്ന ഒരു പദ്ധതിയാണ് ഇൻഫോർമേഷൻ ഫോർ ഓൾ. നമ്മുടെ MyGov ഇതിനൊരു ഉദാഹരണമാണ്. ഈ വിദ്യാർത്ഥികൾക്കായിട്ടും അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ധാരാളം ക്വിസ് പ്രോഗ്രാംസ് ഒക്കെ ഈ MyGov കണ്ടക്ട് ചെയ്യാറുണ്ട്. സെവൻത് പില്ലറാണ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്. 2020 ഇമ്പോർട്ട് റേറ്റ് 0 ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ടാർഗറ്റ്. അതിനായിട്ടാണ് നമ്മൾ 2012 നാഷണൽ പോളിസി ഓൺ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ NPE ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലോബൽ ആൻഡ് ഡൊമസ്റ്റിക് കമ്പനീസിനെ നമ്മുടെ ഇലക്ട്രോണിക് സിസ്റ്റം ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ് സെക്ടേഴ്സിലേക്ക് ആകർഷിക്കുന്നതിനായിട്ട് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലിയും അതുപോലെ ഹോളിസ്റ്റിക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോളിസി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്ത പില്ലറാണ് IT ഫോർ ജോബ്സ്. ഇതിന് 4 കോമ്പോണൻസ് ആണുള്ളത്. ഒന്നാമത്തേത് സ്മോൾ ടൗൺസ് അല്ലെങ്കിൽ വില്ലേജസിൽ നിന്നുള്ള ആളുകളെ IT ജോബ്സിനായിട്ട് ട്രെയിൻ ചെയ്ത് എടുക്കുക. ഏകദേശം 5 വർഷം കൊണ്ട് ഏതാണ്ട് 1 ലക്ഷത്തോളം സ്റ്റുഡൻസിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് DEIT ആണ്, അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെക്നോളജി. IT റെഡി ഫോർ വർക്ക് ഫോഴ്സ് എന്നതാണ് ഈ പദ്ധതിയുടെ പുതിയ സ്കീമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ കോമ്പോണന്റ് ആണ് IT ഇൻ നോർത്ത് ഈസ്റ്റ്. ഇതിൽ ഓരോ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലും BPO സെറ്റ് ചെയ്യുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ DEIT തന്നെയാണ് ഇതിന്റെയും നോഡൽ ഏജൻസി. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ICT എനേബിൾഡ് ആയിട്ടുള്ള ഗ്രോത്ത് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ സെക്കൻഡ് കോമ്പോണന്റ് വർക്ക് ചെയ്യുന്നത്. IT സർവീസ് ഡെലിവർ ചെയ്യുന്ന സർവീസ് ഏജൻസിന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ തേർഡ് കോമ്പോണന്റ് ആയിട്ടുള്ളത്. ഈ പദ്ധതി പ്രകാരം ഏകദേശം 3 ലക്ഷം ഏജൻസിന് 2 വർഷത്തിനുള്ളിൽ ട്രെയിനിങ് കൊടുക്കും. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇംപ്ലിമെന്റിംഗ് ഏജൻസി DEIT തന്നെയാണ്. ഇപ്പൊ ഇതിന്റെ ഓൺഗോയിങ് പ്രൊജക്റ്റ് ആയിട്ട് പറയുന്നത് വില്ലേജ് ഓൺട്രപ്രണേഴ്സിനും അതുപോലെ തന്നെ കോമൺ സർവീസ് സെന്റർ ഏജൻസിനും നൽകുന്ന ട്രെയിനിങ് ആണ്. ലാസ്റ്റ് കോമ്പോണന്റ് ആണ് ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ് അവരുടെ റൂറൽ വർക്ക് ഫോഴ്സിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത്.
ഇതിന്റെ കീഴിൽ ഏകദേശം 5 ലക്ഷത്തോളം വർക്ക് ഫോഴ്സിനെ ഏതാണ്ട് 5 വർഷം ടൈം പീരീഡ് കൊണ്ട് ട്രെയിൻ ചെയ്തെടുക്കാനായിട്ടാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ ലാസ്റ്റ് പില്ലറാണ് ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാംസ്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മാസ് മെസ്സേജിങ് ആപ്പാണിത്. ഇതിൽ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സും അതുപോലെ തന്നെയുള്ള എല്ലാ ഗവൺമെന്റ് എംപ്ലോയീസും ഇൻക്ലൂഡഡ് ആണ്. 2014 ഓഗസ്റ്റ് 15 ഈ പോർട്ടൽ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡാറ്റ കളക്ഷൻ, ഡാറ്റ സാനിറ്റൈസേഷൻ പ്രോഗ്രാം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ ഹാർവെസ്റ്റ് പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന വിവിധ പ്രോജക്ട്സ് ആണ് ഇവിടെ താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഗവൺമെന്റ് ഗ്രീറ്റിംഗ്സ് ഗ്രീറ്റിംഗ്സ് ആക്കുക, ബയോമെട്രിക് അറ്റൻഡൻസ് നടപ്പിലാക്കുക, എല്ലാ യൂണിവേഴ്സിറ്റീസിലും വൈഫൈ പ്രൊവൈഡ് ചെയ്യുക, ഇമെയിൽസ് സെക്യൂർ ചെയ്യുക, ഗവൺമെന്റ് ഇമെയിൽ ഡിസൈൻസ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക, പബ്ലിക് വൈഫൈ ഹോട്ട്സ്പോട്ട്സ് ഇവയൊക്കെ പ്രൊവൈഡ് ചെയ്യുക, നമ്മുടെ സ്കൂൾ ബുക്സ് ഒക്കെ ബുക്സ് ആക്കുക, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തിട്ട് SMS ബേസ്ഡ് ആയിട്ടുള്ള വെതർ ഇൻഫർമേഷൻസ്, ഡിസാസ്റ്റർ അലേർട്സ് തുടങ്ങിയവയൊക്കെ നൽകുക, ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ചിൽഡ്രന് വേണ്ടിയിട്ട് നാഷണൽ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുക. ഇവയെല്ലാം ഈ പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന പ്രോജക്ട്സ് ആണ്. ICTയുടെ യൂസ് പ്രൊമോട്ട് ചെയ്യുന്ന ഗവൺമെന്റ് സ്കീംസിൽ രണ്ടാമത് വരുന്നതാണ് ഈ ഡിജിറ്റൽ പ്രോഗ്രാംസ്. ഡിജി ലോക്കർ, ഇത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഇതിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. രണ്ടാമത് വരുന്നതാണ് സ്വച്ഛ് ഭാരത് മിഷൻ ആപ്പ്. ഇതൊരു മൊബൈൽ ആപ്പാണ്. പഞ്ചായത്ത് ലെവലിലുള്ള കറണ്ട് സാനിറ്റൈസേഷൻ ലെവല് ട്രാക്ക് ചെയ്യാനായിട്ടാണ് ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്തതാണ് മേഘ്രാജ് ഇനീഷ്യേറ്റീവ്. ഇന്റർനെറ്റ് അടിസ്ഥാനമാക്കിയുള്ള കമ്പ്യൂട്ടിംഗ് രീതിയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ മറ്റൊരു വേർഷൻ ആയിട്ടാണ് ഈ മേഘ്രാജ് ഇനീഷ്യേറ്റീവ് തുടങ്ങിയിട്ടുള്ളത്. അടുത്തതാണ് യൂസ് ഓഫ് IT ഇൻ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. നമ്മുടെ സൊസൈറ്റിയിലെ വീക്കർ സെഷൻസിന് അവർക്ക് അവൈലബിൾ അല്ലാത്തതോ അഫോർഡബിൾ അല്ലാത്തതോ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഫിനാൻഷ്യൽ സർവീസസ് അഫോർഡബിൾ കോസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ IT എനേബിൾഡ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഈ വീക്കർ സെഷൻസിന് ബാങ്കിങ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ക്യാഷ് ഡെപ്പോസിറ്റ്, ഇന്റർനെറ്റ് ബാങ്കിങ് ഒക്കെ ഈസിലി അവൈലബിൾ ആയിട്ട് വരും. ഫൈനലി നമ്മൾ പറയുന്ന ഗവൺമെന്റ് സ്കീമാണ് UPI. ഇതറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ? ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ ആണ് നമ്മൾ ഇതുകൊണ്ട് പ്രാവർത്തികമാക്കുന്നത്. നമ്മുടെ ഫോണിനെ ഒരു പ്രൈമറി ഡിവൈസായി വെച്ചുകൊണ്ടാണ് UPIയുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. UPI ലോഞ്ച് ചെയ്തിട്ടുള്ളത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്, അതായത് NPCI. ഭീം ആപ്പ് ഒരു ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ആണ്. ഇതും ലോഞ്ച് ചെയ്തിട്ടുള്ളത് NPCI തന്നെയാണ്. ലിക്വിഡ് മണി യൂസ് ചെയ്യാണ്ട് മാക്സിമം ഡിജിറ്റൽ കറൻസി യൂസ് ചെയ്യാനായിട്ടാണ് ഇവയെല്ലാം നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെറ്റ്വിക്കിറ്റ് ആണ്. നെറ്റ്വർക്ക് ആൻഡ് എറ്റ്വിക്കിറ്റ് എന്നീ രണ്ട് വാക്കുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് നെറ്റ്വിക്കിറ്റ് രൂപം കൊണ്ടിട്ടുള്ളത്. അക്സെപ്റ്റബിൾ ഓൺലൈൻ ബിഹേവിയറിന് ആവശ്യമായിട്ട് വരുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് ഈ നെറ്റ്വിക്കിറ്റ് പറയുന്നത്. പൊതുവെ ഇതിനെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഫോർ സൊസൈറ്റി, മറ്റൊന്ന് ഫോർ ബിസിനസ്. ഫോർ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പുതിയ ഡയമെൻഷൻ ആണ് ഇന്റർനെറ്റ്. അത് നമ്മുടെ സൊസൈറ്റിയുടെ എക്സ്റ്റൻഷൻ ആണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു പബ്ലിക് സ്പേസിൽ നമ്മൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇന്റർനെറ്റിലൂടെയും ബിഹേവ് ചെയ്യേണ്ടത്. അത് അങ്ങനെ തന്നെ പാലിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതായിരിക്കണം നമ്മുടെ പോളിസി. പിന്നെ കൾച്ചറൽ ഡിഫറൻസ്, അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുകയാണ് നമ്മൾ വേണ്ടത്. ഓൺലൈൻ വഴിയുള്ള ഹാരാസ്മെന്റ്സ് കുറയ്ക്കാനായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. സോ ഹാരാസ്മെന്റ്സ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് ഫോർ സൊസൈറ്റിയിൽ അടുത്തതായിട്ട് പറയുന്ന ഒരു പോയിന്റ്. ഇപ്പൊ നമ്മൾ കുറെ കേട്ടിട്ടില്ലേ ഓൺലൈനിലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നൊക്കെ. അതെല്ലാം ഈ തരത്തിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഫോളോ ചെയ്യാണ്ട് സംഭവിക്കുന്നതാണ്. രണ്ടാമത് വരുന്നതാണ് ഫോർ ബിസിനസ്. ഓൺലൈൻ ബിസിനസ്സിലും എത്തിക്സ് നോക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പാലിക്കേണ്ട എത്തിക്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ററാക്ഷൻസിൽ കസ്റ്റമേഴ്സ് നൽകിയിട്ടുള്ള ഇൻഫർമേഷൻസിനെ റെസ്പെക്ട് ചെയ്യുക,
അതുപോലെ ഇൻഫോർമേഷൻ പോളിസീസിൽ ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യാം. ഇവയാണ് പ്രധാനമായിട്ടും കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കസ്റ്റമർ എപ്പോഴും ഒരു കമ്പനി എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അവരുടെ ഇന്ററാക്ഷൻസ് കൊണ്ടും അവരുടെ ഇൻഫോർമേഷൻസ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നത് രണ്ടിനെ ആശ്രയിച്ചിട്ടല്ലേ. അപ്പോൾ ആ ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഇവിടെ ഫോർ ബിസിനസ് എന്നതിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ തേർഡ് മോഡ്യൂളിന്റെ പാർട്ട് 1 നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.